നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവള് മൊത്തത്തിലൊന്ന് മാറി വരാൻ കുറച്ച് സമയമെടുക്കും. ഒരാൾക്ക് പകരം മറ്റൊരാളെ പെട്ടെന്ന് സ്നേഹിച്ചു തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യരല്ലേ? അതൊന്നും എടുത്ത് കാര്യമാക്കി എടുക്കണ്ട. ഇതെല്ലാം പൊളിച്ചടുക്കി കയ്യിൽ തരുന്ന കാര്യം ഞാനേ. അയ്യോ, ഇത് മൊത്തത്തില് അടിപൊളിയാക്കാൻ എന്നാ ഞാൻ ഉദ്ദേശിച്ചേ. എല്ലാം ഇത്ര എത്തിയ സ്ഥിതിക്ക് ഇനി ആതിരയുടെ അടുത്ത് പോയുള്ള ഭീഷണിപ്പെടുത്തലൊന്നും വേണ്ട. അവൾ എന്നോട് പറഞ്ഞത് ഏട്ടത്തി അവളോട് എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചതെന്ന്. കാണുമ്പോ ആരുടെ മനസ്സൊന്നും ഉറങ്ങും. കണ്ടില്ലേ, ഒരു തെറ്റും ചെയ്യാത്ത യേശുക്രിസ്തുവിന് മരണം വിധിച്ച പോലെ ഒരു തെറ്റും ചെയ്യാത്ത സന്ദീപിനും കഷ്ടം. അതിനി എന്തായാലും എനിക്കറിയണ്ട. ഇതോടെ എല്ലാം തീരുവാണെങ്കിൽ അങ്ങ് തീരട്ടെ. ഈ വിവാഹത്തിന് വൃന്ദാവനം വീട്ടിലെ ആരും തടസ്സം പറയില്ല, ഞാനും പറയില്ല. എന്താ പോരെ? എടുത്ത് വീട്ടിലേക്കല്ലേ? ഞാനും അങ്ങോട്ടാ. എന്നെയും കൂടി കൊണ്ടുപോണേ. വാ പോം. ഇവൾക്കിതെന്തു പറ്റി? ഇനി നന്നായതാണോ അതോ വട്ടു വല്ലതുമായതാണോ? സന്ദീപിനെ കാണാതായിട്ട് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞു. ഇതുവരെയും യാതൊരു വിവരം കിട്ടിയില്ലല്ലോ. സന്ദീപിനെ മാത്രമല്ലല്ലോ സച്ചേട്ടാ ഈ വീട്ടിൽ നിന്ന് കാണാതായിരിക്കുന്നേ, അനഘയും കൂടിയല്ലേ? അതാ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. എന്തിനാ സച്ചേട്ടൻ എന്തിനാ അതോർത്ത് ടെൻഷനാവുന്നേ? അനഘയെ കാണാതായതിൽ നമുക്കൊക്കെ ടെൻഷനുള്ളൂ. ടെൻഷനാകേണ്ടതും വിഷമിക്കേണ്ടതുമായ ഒരാൾ താഴെ പാട്ടും പാടി നടപ്പുണ്ട്. സംശയിക്കേണ്ട, അവധിയെടുത്തിയുടെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. സന്ദീപും അനഘ എവിടെയുണ്ടെന്ന് ഏട്ടത്തിക്ക് അറിയായിരിക്കും. താനെന്താടോ അങ്ങനെ പറയുന്നേ? അവരെ ഏട്ടത്തി മാറ്റി നിർത്തിയിരിക്കുകയാണെന്നല്ലേ താൻ പറയുന്നേ? അതെ. എന്തിന്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണ്ടേ? അല്ലാതെ എങ്ങനെ അത് ഉറപ്പിക്കാൻ പറ്റും? ഈ വീട്ടില് വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അച്ഛനാ. അച്ഛന്റെ മനസ്സിലിപ്പോ എന്താ? സന്ദീപ് അനഘയെ സ്നേഹിച്ചു, നാട് വിട്ടു. അച്ഛന്റെ ആ തെറ്റിദ്ധാരണ തന്നെയാ സച്ചേന് കിട്ടേണ്ട ഉത്തരവും. ശരി, അങ്ങനെയാണെങ്കിൽ തന്നെ ഇതൊക്കെ എത്ര ദിവസം? എന്നായാലും എല്ലാവരും അറിയില്ലേ? അപ്പോ സത്യം പുറത്തു വരും. താൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഏട്ടത്തിക്ക് ഈ സംഭവം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നുള്ളതാ വാസ്തവം. അതെ സച്ചേട്ടാ, ഒരാളെ പിടിച്ചു വെച്ചാ, പ്രത്യേകിച്ചും സന്ദീപിനെ പോലെ ഒരാളെ പിടിച്ചു വെച്ചാ അവൻ അനഘയോട് ഇഷ്ടം തോന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, സന്ദീപോ അനഘയും തിരിച്ചു വരുന്നതിന് മുമ്പ് ആതിരയുടെ അജയന്റെ വിവാഹം ഉറപ്പിക്കും. അതിലൊരു തീരുമാനം ഉണ്ടാവുന്നത് വരെ നമ്മള് സന്ദീപിനെ കാത്തിരുന്നേ പറ്റൂ. അതിന് ആതിര സമ്മതിക്കണ്ടേ? ഇപ്പൊ അവള് വല്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആതിര അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു കഴിഞ്ഞു.
അവരുടെ വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാവും. എടോ, താൻ ആതിരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ആതിരയുടെ ഈ തീരുമാനം മണ്ടത്തരമാണെന്ന് പറ. ഞാൻ പറഞ്ഞിട്ടാ ആതിരെ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അർച്ചന, താൻ എന്തൊക്കെയാ പറയുന്നേ? താനെന്തിനാ അങ്ങനെ ചെയ്തേ? ആതിരയുടെ അജയന്റെ വിവാഹമായിട്ട് മുന്നോട്ട് പോയാലേ സന്ദീപിനും അനഘയ്ക്കും എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റൂ. ഇതെല്ലാം ഏട്ടത്തെയാണ് ചെയ്തെന്നുള്ള തന്റെ സംശയത്തിൽ നിന്നാ താൻ ഇതൊക്കെ ചെയ്യുന്നേ. നാളെ ഒരു സമയം അങ്ങനെ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ടു പോകും. പിന്നെ തന്റെ വീട്ടുകാരെ ഇതിൽ നിന്ന് പറഞ്ഞു മാറ്റാൻ കഴിയാതെ വരും. പറഞ്ഞു മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഇരിക്കുകയല്ലേ സച്ചേട്ടാ. എന്റെ വീട്ടുകാരായാലും ഇവിടെ ഉള്ളവരായാലും വാശി നല്ലതിനല്ലല്ലോ. സച്ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ആ നിശ്ചയം നടക്കില്ല. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും. താൻ ധൈര്യമായിരിക്കുന്നത് തന്റെ മുൻവിധികളെല്ലാം താൻ തന്നെ ശരിവെക്കുന്നുണ്ടാ. എന്നാ എനിക്ക് താൻ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെയുള്ളപ്പോ എനിക്ക് എങ്ങനെ സമാധാനം കിട്ടും? അവനെ ഇനി വേറെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയെന്നോ, ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചോ ഒന്നും അറിയില്ലല്ലോ. എനിക്ക് സംശയം ആ അജയനെ. ആതിരെ കിട്ടാൻ വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്തതാണോന്നും അറിയില്ല. സംശയം മാത്രമായതുകൊണ്ട് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ. ഇനി അതാണ് സംഭവിച്ചതെങ്കിൽ സന്ധ്യയുടെ ജീവന് തന്നെ ചിലപ്പോ. അവസാനത്തെ ശ്രമം പോലെ ഞാൻ സൈബർ സെല്ലിൽ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു. സന്ദീപിന്റെ അനഘയുടെയും നമ്പർ അയച്ചു കൊടുത്തു. ടവർ ലൊക്കേഷൻ കിട്ടിയ അത് വെച്ച് അന്വേഷിക്കാന്ന് കരുതി. എന്നിട്ട് 2 മൊബൈൽ നമ്പറും സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അതവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ പറഞ്ഞു. അത് വെച്ച് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണെന്ന്. ഫോൺ എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടാവില്ല. ഇവിടുന്ന് പോയതിന് ശേഷം ഓഫായി പോയതാവും. അതെവിടെ വെച്ചാണെന്നുള്ളത് അറിയണം. സന്ദീപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഇവിടെ അടുത്തുള്ളൊരു ടവറിന്റെ പരിധിയിലാണ്. അനഘയുടേത് എയർപോർട്ടിന്റെ പരിധിയിൽ വെച്ചും. സന്ദീപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഇവിടെ അടുത്തുള്ളൊരു ടവറിന്റെ പരിധിയിലാണ്. അനഘയുടേത് എയർപോർട്ടിന്റെ പരിധിയിൽ വെച്ചും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.